ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ കുറേ നാളായിട്ട് എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചേച്ചി ഔട്ട് വിസയ്ക്ക് വേണ്ടി VFSൽ എന്തെല്ലാം ഫോംസാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, എത്ര രൂപയാണ് ഫീ വരുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. കറൻ്റ്ലി ഇന്ന് രാവിലെ ഒരു കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി വീഡിയോ ഇടുമോ, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്, സത്യം പറയാമല്ലോ, അപ്പോഴാണ് ബോധം വന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിനെ ഞാൻ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ശരി എന്നാൽ എനിക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് വീഡിയോ ഇടാൻ, എന്നാൽ ഞാൻ പോയി വീഡിയോ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ടാറ്റ ബൈയും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ഫോർ ആൻ ഔട്ട് വിസ ടു ജർമ്മനി, ഫോർ ജർമ്മനി ഓർ ടു എന്തായാലും ഇംഗ്ലീഷിൽ വീക്കാ ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ അതാണ്. അപ്പം ഞാൻ കുറേ ബ്ലാബ്ല അടിച്ച് പോകുന്നില്ല, ഞാൻ അങ്ങ് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയാം, ഓരോ പോയിന്റ് വെച്ച് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ കോൺസുലേറ്റിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും, നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്, കുറച്ചുണ്ട്. അത് നല്ല രീതിയിൽ സെൽഫായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് സെൽഫായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഏജൻസി വഴിയാകുമ്പോൾ അവർ തന്നെ ഇതൊക്കെ ചെയ്തു തരാനാണ് ചാൻസ് കൂടുതൽ. സെൽഫായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ ഇടയ്ക്കൊരു കൊച്ചിന് റിജക്ഷൻ വന്നു, ഒരു പേപ്പർ ഇല്ലാത്ത കാരണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ തന്നെ ആ കൊച്ചിൻ്റെ വാക്കിയിട്ടിട്ട് ഞാൻ അങ്ങ് തുടങ്ങിയത്. പുതിയ റിംഗ് ലൈറ്റൊക്കെ മേടിച്ചു. അപ്പം പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ചിരിക്കും. എൻ്റെ റൂംമേറ്റ് വന്ന് വിളിച്ചതാണ്, അതാണ് കേസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ പറഞ്ഞല്ലോ, നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടൊരു ഫോം, അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. രണ്ടാമതായിട്ട് വേണ്ടത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടാണ് വേണ്ടത്. പാസ്പോർട്ട് എന്ന് പറയാം, നമുക്ക് 1 ഇയറിലേക്ക് വിസ ആയിരിക്കും. അപ്പോൾ ആ 1 ഇയർ എക്സ്പയർ ആവാത്ത രീതിയിലുള്ള പാസ്പോർട്ട്, അതായത് നമുക്കിപ്പോൾ എനിക്ക് പാസ്പോർട്ട് കിട്ടുന്നത് 10 വർഷത്തേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പാസ്പോർട്ട് ആയിരിക്കണം, അതായത് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ആയിരിക്കണം. പിന്നെ വരുന്നത് 2 ബയോമെട്രിക് ഫോട്ടോ. ഇവിടെ BIO എന്ന് പറയുമ്പോൾ ബിയോ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. അപ്പോൾ 2 ബയോമെട്രിക് ഫോട്ടോയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് 35x45 mm. ആ സൈസിലുള്ള ഫോട്ടോയാണ് നമുക്ക് വിസയ്ക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പം 2 അല്ല, നിങ്ങൾ എന്തായാലും എടുക്കുമ്പോൾ കുറേ കരുതിക്കുക, കാരണം ഇവിടെ വന്നാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. അപ്പം അതങ്ങനെ. പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അത് ബയോമെട്രിക് ആകുമ്പം അവർക്കറിയാമല്ലോ, അത് പറയേണ്ട കാര്യമില്ല, ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. അതിനുശേഷം വരുന്നത് മെയിനായിട്ട് നമ്മുടെ A1 സർട്ടിഫിക്കറ്റ്. ഇതിനെക്കുറിച്ച് കുറേ പേര് എന്നോട് ഡൗട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴത്തെ കേസ് വെച്ചിട്ട് A1 സർട്ടിഫിക്കറ്റ്, A2ൻ്റെ എനിക്ക് കറക്റ്റ് ഷുവർ അല്ല ആ കാര്യത്തിൽ. A1 സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നവർക്കാണ് വിസ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ B2ൻ്റെ 2 മെഡ്യൂൾ വെച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ 4 പാസ്സായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ 2 സർട്ടിഫിക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 2 വരാൻ ലേറ്റ് ആയിരുന്നു ഞാൻ വിസയ്ക്ക് സബ്മിഷന് പോയ സമയത്ത്. അപ്പോഴത്തേക്കും ഇപ്പോഴത്തെ കേസ് വെച്ചിട്ട് ഇവർ B1ഉം B2ൻ്റെ 1-2 മെഡ്യൂളൊക്കെ വെച്ച് വരുന്നവരെ അവർ റിജക്ഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മെയിനായിട്ട് B2 ഒക്കെ പഠിച്ചവരാണെങ്കിൽ A1 എഴുതി പാസ്സായ സർട്ടിഫിക്കറ്റുമായിട്ട് VFSൽ സബ്മിഷന് പോവുക. അത് നിങ്ങൾ ഷുവറായിട്ട് നിങ്ങളത് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ പോവുള്ളൂ. കാരണം B1 B2ൻ്റെ 1-2 മെഡ്യൂൾ അല്ലെങ്കിൽ 3 മെഡ്യൂളും വെച്ചിട്ട് ചിലപ്പോൾ അവർ റിജക്ഷൻ വെക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ചിലവർക്ക് ലക്കിന് കിട്ടുന്നുമുണ്ട്. അപ്പം അതെനിക്ക് മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സിനെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഹോസ്റ്റ് ഫാമിലിയിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യനെയർ കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ജർമ്മൻ കോൺസുലേറ്റിൻ്റെ വെബ്സൈറ്റിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ PDF ഉൾപ്പെടെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് ഔപെയർ കോൺട്രാക്റ്റ്. ഔപെയർ അല്ലെങ്കിൽ ഓപെയർ എന്നും പറയും കേട്ടോ ഇവിടെ. ഞാൻ ഔപെയർ അതാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് 2 രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാൻ ഔപെയർ എന്ന് പറയുമ്പോൾ ഇവർ കേട്ടിട്ട് ഓപെയർ
ഇങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഔപ്പേറിൻ്റെ കോൺട്രാക്റ്റ് അത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ കോൺട്രാക്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കോൺട്രാക്റ്റിൽ നമുക്ക് എല്ലാം മെൻഷൻ ചെയ്തിരിക്കും. നമ്മുടെ ഡ്യൂട്ടീസ് എത്ര ഹവേഴ്സാണ്, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, നമ്മൾ എന്തെല്ലാം ജോലി അവിടെ ചെയ്യണം, കുട്ടികളുമായിട്ടുള്ള ഫ്രീ ടൈമിന് എന്തൊക്കെയാണ്, കുട്ടികൾക്ക് ഇത്രയാണ്, ഇത്ര വയസ്സാണ്, അവർക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നെല്ലാ ഡീറ്റെയിലും കൊടുത്തിരിക്കും. പിന്നെ നമുക്ക് എത്രയാണ് സാലറി, അതായത് ടാഷൻ ഗൾഡ് ഔപ്പേറിൻ്റെ എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്. 280 യൂറോ ആണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ജർമ്മൻ റൂൾ, ഔപ്പേർ റൂൾ കോൺട്രാക്റ്റ് പ്രകാരം നമുക്ക് 280 യൂറോ ആണ് കിട്ടേണ്ടത്. പിന്നെ കൂടുതൽ ഹവേഴ്സ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാമിലി കുറച്ചുകൂടെ പൈസ തരുന്നത്. പിന്നെ ഓരോ ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്ത് പൈസ തരും. പക്ഷെ നമ്മൾ കോൺട്രാക്റ്റിൽ എപ്പോഴും 280 യൂറോസ് ആണ് മെൻഷൻ ചെയ്യുന്നത് അവർ. അത് ഫുള്ളും നമുക്ക് ആ കോൺട്രാക്റ്റിൽ കാണാം. ഇതെല്ലാം നിങ്ങൾ വായിച്ച്, ഇപ്പം കൂടുതലും ജർമ്മനിലായിരിക്കും ആ കോൺട്രാക്ട് പേപ്പർ വരുന്നത്. നിങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാം വായിച്ച് മനസ്സിലാക്കി വേണം നിങ്ങളത് സൈൻ ചെയ്യാൻ. അതിനുശേഷം കൺഫേം ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി എല്ലാം കൺഫേം ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് നമ്മുടെ ഫാമിലിയാണ് നമുക്ക് തരേണ്ടത്. അവർ 1 ഇയറിലേക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്തിട്ട് നമുക്ക് പേപ്പർ ഇട്ട് തരും. അതും നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനുശേഷം വരുന്നത് മോട്ടിവേഷൻ ലെറ്റർ. അത് ഫാമിലി അല്ല തരേണ്ടത്, നമ്മളുടെ മോട്ടിവേഷൻ ലെറ്റർ. നിങ്ങൾ എന്തുകൊണ്ടാണ് മോട്ടിവേഷൻ ലെറ്റർ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തു, എന്ത് കാരണത്താലാണ് നിങ്ങൾ ഔപ്പിയർ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, നാട്ടിൽ ഇത് വല്ലതും ചെയ്തിട്ടുണ്ടോ, എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കി ഒരു പേപ്പറിലായിട്ട് ഒരു 2-3 പാരഗ്രാഫായിട്ട് നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുക. സ്വന്തം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ആരെയും കോപ്പി അടിക്കാൻ നിൽക്കണ്ട. കോപ്പി അടിക്കാം നമുക്ക്, എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മെത്തേഡ്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കുക. അതായിരിക്കും എപ്പോഴും ബെറ്റർ. അത് കഴിഞ്ഞ് വരുന്നത് വിസ ഫീനെ പറ്റി. പലരും എന്നോട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, എനിക്ക് എത്രയായി വിസ ഫീസ് എന്ന്. ശരിക്കും പറഞ്ഞാൽ വിസ ഫീസ് യൂറോ കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഓരോ ദിവസം അത് വ്യത്യസ്തമായിരിക്കും, ഓരോ ദിവസത്തെ യൂറോ വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഇന്നലെ ഞാൻ നോക്കിയപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു യൂറോ നമ്മുടെ നാട്ടിലെ 88 രൂപയാണ്. അപ്പോൾ ഓരോ ദിവസവും കൺവേർട്ട് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിരിക്കും. അപ്പം എൻ്റെ കേസ് പറയുവാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷം 2023 ഞാൻ വന്നത്. 23 ഞാൻ വന്നത്, അല്ല 22 ഞാൻ വന്നത്, അല്ല 23 ഞാൻ വന്നത്. എനിക്ക് വന്ന സമയത്ത് എനിക്ക് അറൗണ്ട് 11,000 എത്രയോ ആയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം പോയ കൊച്ചിന് 9,000 ആയുള്ളൂ. അതുകൊണ്ട് എങ്ങനെ വന്നാലും ഒരു 10 to 15K, 10,000 തൊട്ട് 15,000 രൂപ വരെ നിങ്ങൾ കരുതിയിരിക്കുക. അവിടെ കൊണ്ടുപോവുക. അന്നത്തെ ദിവസം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരത്തെ കൂട്ടി നമുക്ക് ഇപ്പം ഏജൻസി ആയാലും നമുക്ക് കരുതി വെക്കാൻ പറ്റത്തില്ല. 11,000 ഇപ്പോൾ ഒരു കൊച്ചിന് ചെന്നപ്പോൾ 11,000 ആയത് കേട്ടിട്ട് നമ്മൾ 11,000 കൊണ്ടുപോകരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സംസാരിക്കാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ കരുതേണ്ടത് 10 to 15K നിങ്ങൾ എന്തായാലും ഫീസായിട്ട് കരുതി വെക്കുക. അതിൽ കൂടുതൽ പോകത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. ഞാൻ കേട്ടിട്ടില്ല അതിൽ കൂടുതലായിട്ട് ആരുടെയും. അതിനുശേഷം വരേണ്ടതാണ് ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ടു അപ്ലൈ ഫോർ യുവർ വിസ. ഇതിന് മുൻപും നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് എടുത്തില്ല. ഇപ്പോൾ ഡേറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ കൂട്ടി ഡേറ്റ് എടുത്തിടാം. പക്ഷേ ആ ഡേറ്റിനുള്ളിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നില ഞാൻ എണ്ണി കാണിക്കാം എത്ര എണ്ണം ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 9 ഡീറ്റെയിൽസ് ആണ്. 9 ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. 9 കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള. പിന്നെ ഞാൻ 10ാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ഒരു സേഫിനും നിങ്ങളുടെ ഒരു സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഫാമിലിയുടെ എന്തെങ്കിലും പ്രൂഫ്, പാസ്പോർട്ടോ എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾ കരുതി വെക്കുക. ഇൻ കേസ് എന്നോട് ബാംഗ്ലൂർ
എന്നോട് ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഞാൻ മോട്ടിവേഷൻ ലെറ്റർ പോലും ഞാൻ തയ്യാറാക്കാതെയാണ് പോയത്. പക്ഷേ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് നമ്മൾ മോട്ടിവേഷൻ എന്തെങ്കിലും ഒരു പേപ്പർ മിസ്സായി കഴിഞ്ഞാൽ അവരത് റിജക്ഷൻ വെക്കുക. ഈ 2 ദിവസം മുൻപ് എനിക്കൊരു കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. പുള്ളിക്കാരി ഇത് കണക്ക് മറ്റേ ഫാമിലിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനെയർ വെക്കാത്തത് കൊണ്ട് റിജക്ഷൻ വന്നു എന്നും പറഞ്ഞിട്ട്. അതായത് ഫുള്ളി കംപ്ലീറ്റഡ് അല്ല ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ. അതുകൊണ്ട് എല്ലാ പേപ്പറും നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡേറ്റ് എടുക്കാം. അതല്ലാതെ നേരത്തെ കൂട്ടി ഡേറ്റ് എടുത്ത് ഇടാം. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടുമാണ്. നല്ല രീതിയിൽ കമ്മീഷനും നമ്മൾക്ക് കൊടുക്കണം. ആ കുട്ടി തന്നെ ഏകദേശം ഒരു 35K 35, 45, 55, 80K ഒക്കെ കൊടുത്ത് എടുക്കുന്നവരെ കേസ് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളത് എടുത്ത് ഇത്രയും പൈസ കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് നിങ്ങളിതെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാതെ ടൈം പീരീഡ് ചിലപ്പം അത്രയും ടൈമിനുള്ളിൽ ചിലപ്പോൾ ഫാമിലിക്ക് കോൺട്രാക്റ്റ് തരാനോ എന്തെങ്കിലും അവർക്കും അവരുടേതായ ജോലി തിരക്ക് കാരണം തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ട പൈസ പോവും. അതുകൊണ്ട് ഇതെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ഡേറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ കാര്യം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, അത് വെബ്സൈറ്റിൽ കാണും. രണ്ടാമത്തേത് വാലിഡ് പാസ്പോർട്ട് നമ്മളുടേത്. മൂന്നാമത്തേത് ബയോമെട്രിക് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 2 എണ്ണമാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് കണക്ക് നിങ്ങൾ കൂടുതൽ കരുതിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്ക് നല്ലത്. ഇവിടെ വന്ന് കിടന്ന് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് ആവശ്യം വരും. ഹൗസ് ബിൽഡിങ്ങിനായാലും വിസ പുതുക്കാനും എല്ലാം നമുക്ക് ഫോട്ടോയ്ക്ക് ആവശ്യം വരും കേട്ടോ. അതിന് ശേഷം വരുന്നത് നാലാമത്തെ കാര്യം A1 സർട്ടിഫിക്കറ്റ്. മസ്റ്റായിട്ടും നിങ്ങൾ A1 എഴുതി പാസ്സായ സർട്ടിഫിക്കറ്റ് വെക്കാൻ ശ്രമിക്കുക. B2 വരെ പഠിച്ചാലും നിങ്ങളിവിടെ വന്ന് എന്തായാലും ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് B2 എഴുതുക, അതായിരിക്കും ബെറ്റർ. പിന്നെ ഹോസ്റ്റ് ഫാമിലിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനെയർ, ഇത് ഷുവറായിട്ടും അവർ തന്നില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങുക. കാരണം ഇത് വെച്ചിട്ടാണ് ഒരു കൊച്ചിന് റിജക്ഷൻ വന്നത് ഞാൻ പറഞ്ഞത്. അപ്പം 5ാമത്തെ കാര്യം ഹോസ്റ്റ് ഫാമിലിയുടെ ക്വസ്റ്റ്യനെയർ. പിന്നെ 6ാമത്തത് ഔപെയർ കോൺട്രാക്റ്റ്. 7ാമത്തത് ഹെൽത്ത് ഇൻഷുറൻസ്. 8ാമത്തത് മോട്ടിവേഷൻ ലെറ്റർ. പിന്നെ വരുന്നതാണ് നമ്മുടെ വിസ ഫീസ്. അത് അവിടെ ചെല്ലുമ്പം ഓരോ കാറ്റഗറി അനുസരിച്ച് ചിലപ്പോൾ പ്രീമിയം, എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ആദ്യമേ തന്നെ പ്രീമിയം കിട്ടി. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും പോകാനുള്ള, ഞാൻ ബാംഗ്ലൂരായിരുന്നു, അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ കയറിയത് വെച്ചിട്ട് അങ്ങ് പോയി പൈസ അടച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത്. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പ്രീമിയം അല്ലാത്തതും ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം കരുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ VFSൽ നമ്മൾ സബ്മിഷന് കൊണ്ടുപോകാനുള്ള ഡോക്യുമെൻറ്റ്സിനെ പറ്റി എനിക്ക് പറയാൻ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.